ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ഇന്ന് ഉത്സവമാണ് ഗൈസ്. അപ്പം നമ്മുടെ സ്ഥലം 2 കിലോമീറ്റർ ഇട്ട് കേട്ടോ വെള്ളംകൊള്ളിയിലോട്ട് പോവുകയാണ്. യാത്ര പിക്ക് ചെയ്യുകയാണ് ഗൈസ്. അവിടെ കുറേ പരിപാടികൾ. അപ്പം എല്ലാം വഴിയെ കാണിച്ചു തരാം. നമ്മളിതാ വണ്ടിപ്പുറത്തിരിപ്പോണ്. ഇങ്ങോട്ട് നോക്കൂ. Look at me. ഉത്സവം പ്രമാണിച്ചാണ് ചേട്ടൻ വളരെ സുന്ദരനും സുമുഖ ഒരുങ്ങി സുന്ദരികളായി വെള്ളംകൊള്ളി കടവള ഇങ്ങനെ ഏരിയ ഉണ്ട്. ആ ഏരിയയിലോട്ട് പോകാൻ പോവുകയാണ് ഗൈസ്. നമ്മുടെ ദേശീയ മഹോത്സവമാണ് ഈ ഉത്സവത്തിന് അറിയപ്പെടുന്നത്. പക്ഷെ തന്നെ പണ്ടൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ നിരതരാ പോകും കേട്ടോ. ഇപ്പോൾ ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഞാൻ അവിടെ എന്തൊക്കെയെന്ന് പറയുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ. അപ്പം പണ്ടത്തെ പോലെ ആൾക്കാരൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയും. ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇത്തവണ ഞങ്ങളുടെ ഏരിയയിൽ. തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഇഷ്ടംപോലെ ലൈറ്റൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ താഴത്തെ അമ്പലം ഉത്സവമായ കാരണം എല്ലാവരും ടൈറ്റായിട്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ വെള്ളംകൊള്ളി അതൊക്കെ കാണുന്നതാണ് കേട്ടോ നമ്മുടെ അമ്പലം. ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ട് താഴെ നോക്കുള്ള വ്യൂ അതാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നേരെ ഞങ്ങളുടെ ഏരിയ കഴിഞ്ഞ് വെള്ളംകൊള്ളി കടവള അവിടെയാണ് ഫുള്ള് ലൈറ്റും കാര്യങ്ങളും പരിപാടികളൊക്കെ. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുള്ള് ലൈറ്റും കാര്യമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ മെയിൻ ഗേറ്റ് ഞങ്ങൾ അവിടത്തെയാണ് കേട്ടോ. അവിടെ കൂടെയാണ് എഴുന്നള്ളത്തൊക്കെ തിരിച്ച് കയറി പോകുന്നത്. ഇവിടെ ഒരു ഗേറ്റ് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 2 ശിവൻ്റെ ക്ഷേത്രമുണ്ട്. ലെഫ്റ്റ് സൈഡിലെ അമ്പലത്തിലാണ് നമ്മുടെ ദേശീയ മുത്തട്ടാതി മഹോത്സവം നടക്കുന്ന അമ്പലം. റൈറ്റ് സൈഡിലുണ്ട് അമ്പലം കേട്ടോ. അപ്പോൾ 2 ശിവൻ മുഖത്തൊരു നോക്കിയിരിക്കുന്ന ഈ വർഷം വെള്ളംകൊള്ളിയിൽ പിള്ളേർക്കുള്ള ഇങ്ങനെ ചെറിയൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പിള്ളേർക്ക് അവിടെ ജസ്റ്റ് ഒരു എൻജോയ്മെൻറ്റും ആയി. അപ്പോൾ അതൊക്കെ ജസ്റ്റ് അവർ എൻജോയ് ചെയ്യട്ടെ വിചാരിച്ചു. ധ്യാനസിൽ പതുക്കെ അറിയില്ല, ഒരു പേടിയാണ് കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളെ വൈബ് മൊട്ടത്തലയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞു. പക്ഷേ മഴ പെയ്തു കേട്ടോ. ചെറിയ മഴ പെയ്തപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി. അത് നമ്മുടെ കടവള ദേശമാണ് കാണുന്നത്. അവിടെ ഫുൾ ലൈറ്റ് സെറ്റാണ്. ഞങ്ങളുടെ ജംഗ്ഷൻ്റെ അപ്പുറം ഇപ്പുറമാണ് ഇത് കേട്ടോ. അപ്പോൾ അവിടെ പിള്ളേരുടെ ഡാൻസ് സ്റ്റേജ് നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കോപ്പി റൈറ്റ് വരും. അതുകൊണ്ട് ഞാൻ വോയിസ് ഇട്ടേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കടവള ഇഷ്ടംപോലെ ആൾ കൂടിയിട്ട്. കാരണം ഇവിടെ നമ്മുടെ ചിങ്കാരികൾ, മത്സര ചിങ്കാരികൾ നടക്കുന്നുണ്ട്. ബൈക്കുകൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റി പാർക്ക് ചെയ്യേണ്ടതാണ്. ആലിന് ചുവട്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ബൈക്കുകൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റി പാർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ എഴുന്നേൽത്ത് വരുന്നതിന് മുന്നേ തന്നെ അവിടെ കൈകൊട്ടിക്കളി ഒരു സൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നടക്കുന്നുണ്ട്. അപ്പം വോയിസ് ഇട്ടേ പറ്റുള്ളൂ, കാരണം കോപ്പി റൈറ്റ് വരും.
അടുത്താണ് കേട്ടോ നമ്മുടെ കടവള ദേശക്കാരുടെ ഈ ശിങ്കാരി മേളം. നമുക്ക് കണ്ടിട്ടും തീരുന്നില്ല. അവരുടെ ആ ഹരത്തിനോട്ടൊപ്പം നമ്മൾ തുള്ളിപ്പോകുന്ന രീതിയിലായിരുന്നു കേട്ടോ. ഒരു സൈഡിൽ നടക്കുന്നുണ്ട്, അപ്പുറ സൈഡ് മത്സര ശിങ്കാരി മേളം എന്ന് വെച്ചാൽ മത്സര ശിങ്കാരി. ഫസ്റ്റ് ടൈമാണ് നമ്മളിത് കാണുന്നത് കേട്ടോ നേരിട്ട്. സത്യം ഈ വർഷം കണ്ട് മടുത്തുപോയി ഗൈസ്. കാരണം കൊട്ടിയിട്ടും തീരുന്നില്ല, കണ്ടു നിൽക്കാൻ പോയ പിള്ളേരൊക്കെ ഉറക്കവും വരുന്നു. അങ്ങനെ പിന്നെ കൊണ്ട് നമ്മൾ നേരത്തെ 5 മിനിറ്റ് നേരത്തെ അങ്ങനെ ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.